നിങ്ങൾക്കാർക്കെങ്കിലും ചെയ്യുന്ന ജോലി ഇട്ടെറിഞ്ഞിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് തോന്നിയിട്ടുണ്ടോ? ആ രീതിയിലൊക്കെ തോന്നണമെങ്കിൽ എന്തെങ്കിലും മാനസികമായ വലിയ വലിയ പിരിമുറുക്കങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് പറയുന്നത്. ശരിക്കും ഈ സംഭവം നടക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 6 വർഷത്തിലധികം ആ ഓർഗനൈസേഷനിൽ ജോലി ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ച് പുറത്തിറങ്ങണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം ആരോഗ്യ വിഭാഗമാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു മേഖലയാണ്, ഗവൺമെൻറ് സെക്ടറാണ്, വളരെ ഉയരങ്ങളിലുള്ള വളരെ നല്ലൊരു പൊസിഷനിലേക്ക് പതിയെ പതിയെ പ്രമോഷനിലൂടെ എത്തിപ്പെടാം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഞാൻ ആ ജോലിയിൽ ചേർന്നത് തന്നെ. അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ മോഡേണൈസ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിലേക്കാണ് എന്നെ അവർ ഹയർ ചെയ്യുന്നത്. വളരെ വലിയൊരു പ്രൊജക്റ്റാണ്. കാരണം ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. അങ്ങനെ 2ാമത്തെ വർഷമാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ തുടക്കം. പല മീറ്റിങ്ങുകളിലും ഞാൻ പങ്കെടുക്കുന്നു. ഞാനാണ് അതിൻ്റെ ലീഡായിട്ട് പ്രവർത്തിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ആദ്യത്തെ കുറച്ച് മീറ്റിങ്ങിൽ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതിനു മുമ്പ് ജോലി ചെയ്ത വ്യക്തി എല്ലാം കുളമാക്കി വെച്ചിരിക്കുകയാണ്. പല റിക്വയർമെൻറ്റുകളും മീറ്റ് ചെയ്യുന്നില്ല, പല സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടെത്തുകയാണ്. ഞാൻ ഇത് മീറ്റിങ്ങിൽ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഡയറക്റ്റ് മാനേജറോടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അദ്ദേഹം ഒരു വെള്ളക്കാരനാണ്, വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇതിലൊന്നും വലിയ പിടിയില്ല. കാരണം അദ്ദേഹം മറ്റൊരു ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അദ്ദേഹം ഒരു ടെക്നിക്കൽ ആളല്ല, അദ്ദേഹം ഒരു പീപ്പിൾ സ്കില്ലുള്ള വ്യക്തിയാണ്, ഓർഗനൈസേഷൻ സ്കില്ലൊക്കെ ഉള്ള വ്യക്തിയാണ്. പക്ഷെ അധികം ടെക്നിക്കൽ നോളജ് ഒന്നുമില്ല. അങ്ങനെയുള്ളവരാണ് എപ്പോഴും മാനേജ്മെൻറ്റ് പൊസിഷനിൽ തിളങ്ങാറുള്ളത്. ഇദ്ദേഹം നല്ലൊരു മാനേജറാണ്. പക്ഷെ എന്തുകൊണ്ടോ ചില കാര്യങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ വിട്ടുപോവുകയാണ്. അങ്ങനെ ഈ പ്രൊജക്റ്റിൻ്റെ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ കുളമായി കിടക്കുകയാണ്. ഞാൻ പറയുന്നു, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇത് ഇമ്പ്രൂവ് ചെയ്യണം. ഒരുപാട് പണം മുടക്കി പല കാര്യങ്ങൾക്കും ഓർഡർ കൊടുത്തു. അതിൽ പലതും നമ്മുടെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതൊക്കെ തിരിച്ചു കൊടുക്കണം. ഒരുപാട് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവും. ഇതൊക്കെ മേലേക്ക് റിപ്പോർട്ട് ചെയ്യണം. പക്ഷേ അതിലൊന്നും അദ്ദേഹത്തിന് യാതൊരു മടിയില്ലായിരുന്നു. കാരണം ഒരു തെറ്റ് കണ്ടെത്തിയാൽ അത് തിരുത്തേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. പിന്നെ കൂടുതൽ തെറ്റിലേക്ക് പോയി കൂടുതൽ ഫൈനാൻഷ്യൽ ലോസ് കമ്പനിക്കും ഓർഗനൈസേഷനും ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും അദ്ദേഹം എൻ്റെ കൂടെ കട്ടക്ക് നിന്നു. ഞങ്ങൾ ആ പ്രൊജക്റ്റ് അവിടെ നിന്ന് തൂക്കിയെടുത്ത് നല്ല പെർഫെക്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്നു. ഇദ്ദേഹത്തിന് എന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം ഇദ്ദേഹവും ഞാനുമായിട്ട് ഒരു കെമിസ്ട്രി ഉണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോവുകയാണ്. അങ്ങനെ കുറേ അധികം കാലം കടന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇദ്ദേഹം എന്നോട് പറയുകയാണ്, ഈ ശനിയാഴ്ച നിനക്ക് അവധി ഉണ്ടെങ്കിൽ വീട്ടിലോട്ട് വരണം. എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ്. അധികം ആൾക്കാരൊന്നും വരുന്നില്ല, കുറച്ച് ആൾക്കാരെ കാണുകയുള്ളൂ. നമുക്ക് ചെറിയ രീതിയിൽ ഒരു ആഘോഷം നടത്താം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ എണീക്കുന്നു, കുളിച്ച് റെഡിയായി, കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് വണ്ടിയെടുത്ത് നേരെ അങ്ങ് പോവുകയാണ്. അധികം ദൂരമൊന്നുമില്ല, ഒരു 10-15 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ ദൂരം. അവിടെ ചെല്ലുന്നു, വീട്ടിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹം വീടിനകത്തുണ്ട്. എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറേ സംസാരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്. ഭാര്യ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ചോദിച്ചു, നിനക്ക് കാപ്പി വേണോ എന്ന് ചോദിച്ചു. ഞാൻ കാപ്പി കുടിക്കുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ഇദ്ദേഹം അകത്ത് പോയിട്ട് എനിക്ക് ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് കാപ്പി എടുത്തുകൊണ്ട് വരികയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ വീട്ടിലുണ്ടാക്കി കുടിക്കുന്ന കാപ്പി പോലത്തെ കാപ്പിയല്ല. ആ കപ്പിൻ്റെ അരഭാഗം നിറച്ച് നല്ല കടുപ്പമുള്ള കാപ്പിയായിരിക്കും. അതിൻ്റെ പേര് എക്സ്പ്രസോ എന്നാണ്. നിങ്ങളിൽ പലരും കേട്ടിട്ട് കാണും. ഇപ്പോൾ നാട്ടിലൊക്കെ ഉണ്ട്. എന്നാൽ ആ കാലത്ത് നാട്ടിലൊന്നും അങ്ങനെ ഫേമസ് അല്ല. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാപ്പി കുടിച്ചിട്ടുമില്ല. ഞാൻ ഈ കാപ്പി എടുത്ത് വായിലേക്ക് വെക്കുകയാണ്. അപ്പം വെച്ച് കഴിയുമ്പോൾ നല്ല കടുപ്പമുണ്ട്. ഇത് അങ്ങോട്ട് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ തലയിലേക്ക് ഇത് കയറി അങ്ങ് പിടിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ഒരു 10 കാപ്പി കുടിച്ചാൽ ഇത്രയും കഫീൻ തലയിൽ കയറത്തില്ല. നല്ലൊരു ഉന്മേഷമാണ്. ഒരു വലിയ ഗ്രൗണ്ടിന് ചുറ്റും ഒരു 10 റൗണ്ട് ഓടാനുള്ള എനർജി നമുക്ക് കിട്ടും. അത്രമാത്രം സ്ട്രോങ് കോഫിയാണ്. അതൊക്കെ കുടിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്നാണ് ഈ കാപ്പി? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയതാ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കാപ്പിയുടെ ബിസിനസ് ഒക്കെ ഉണ്ടോ? നിങ്ങൾ ഇതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. നിങ്ങൾ IT ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു മാനേജർ മാത്രമാണ് എന്നാണ് ഞാൻ കരുതിയത്. നിങ്ങൾ വലിയ പുള്ളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ കുറേ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനൊരു വലിയ പുള്ളിയാണെന്ന് പറഞ്ഞിട്ട് എന്നെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി. ഇദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് ഒരു ഫാം ഹൗസ് ആണ്. ഇപ്പം ഞാൻ താമസിക്കുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. അടുത്തടുത്ത് വീടുകൾ കാണും. പക്ഷേ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഈ വീടിൻ്റെ തൊട്ട് ബാക്കിൽ പാർക്കാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല വ്യൂ കാണും, നല്ല പച്ചപ്പും നല്ല ചെടികളുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ വീട് ഞാൻ വാങ്ങിയത്. എനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു ആഗ്രഹമാണ് ഫാം ഹൗസ് ഉണ്ടാക്കണമെന്ന്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കാനഡയിലില്ല. ഈ തണുപ്പത്ത് കടന്ന് ചാകാൻ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിൽ അങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അത് ഒരു ജീവിതമാർഗമായിട്ടല്ല,
റിട്ടയർമെൻറ്റിന് ശേഷമുള്ള എൻ്റെ ഒരു ഹോബി, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എനിക്ക് പണ്ട് മുതൽ ഈ ഫാം ഹൗസ് വളരെ ഇഷ്ടമാണ്. ഇദ്ദേഹത്തിൻ്റെ വീട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ മനസ്സിലിങ്ങനെ ആലോചിച്ചു, ഇദ്ദേഹം എന്തൊരു ഭാഗ്യവാനാണ്, നല്ല ജോലി, നല്ല വീട്, ഒരു ഫാം ഹൗസ്. അങ്ങനെയൊക്കെ ആലോചിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം ആ ഡോറ് തുറന്ന് എന്നെ പുറത്തേക്ക് ക്ഷണിക്കുകയാണ്. പുറത്ത് ചെല്ലുമ്പോൾ വിശാലമായൊരു മുറ്റമാണ്. നമ്മൾ ഈ ഡോറ് ഇറങ്ങി ചെല്ലുന്ന ഈ മുറ്റത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് അതിസുന്ദരമായ ഒരു ചെറിയ കെട്ടിടമുണ്ട്. ആ കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത് ലൈം സ്റ്റോൺ കൊണ്ടാണ്. അങ്ങോട്ടേക്കാണ് ഇദ്ദേഹം എന്നെ ക്ഷണിച്ചുകൊണ്ട് പോകുന്നത്. ഒരു ചെറിയ പാതയുണ്ട്, ആ പാതയിലൂടെ ഞങ്ങളിങ്ങനെ നടന്ന് മുന്നോട്ട് ചെല്ലുന്നു. ആ പാതയുടെ അവസാനമാണ് ഈ കെട്ടിടം. അവിടെ ചെന്ന് ഈ കെട്ടിടത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം താക്കോലെടുത്തിട്ട് ഈ ഡോറ് തുറന്നു. ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ മത്തു പിടിപ്പിക്കുന്ന കാപ്പിയുടെ ഗന്ധമാണ്. അതിനകത്ത് ഞാൻ കണ്ട കാഴ്ച എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തി.